മുഖ്യമന്ത്രി ചർച്ചയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിൽപ്പ് സമരം. കോട്ടയം സ്വദേശി ജ്യോതിഷ് കൃഷ്ണയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തുന്നത്. അതേസമയം വി ഡി സതീശനും കെ സി വേണുഗോപാലിനുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്. ആഷിഖ് റഹ്മാൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആഷിഖ്, ഈ മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുന്നതുവരെ നിൽക്കാൻ തന്നെയാണ് തീരുമാനം? അങ്ങനെയെങ്കിൽ അല്പം കഷ്ടമാകും കാര്യങ്ങൾ. തീർച്ചയായും തിരുവനന്തപുരത്തിന്റെ പലയിടങ്ങളിലും KPC ആസ്ഥാനത്ത് വരെ ഫ്ലക്സ് ഇതും അതുപോലെ ഫ്ലക്സിൽ കരിയേരുമൊക്കെ എല്ലാം തുടങ്ങുന്നതിനിടെയാണ് സെക്രട്ടേറിയറ്റ് മുന്നിലേക്കും ഇത്തരത്തിലെ പ്രതിഷേധങ്ങൾ എത്തിയത്. അതിൽ ഒറ്റയാൾ പോരാട്ടം എന്ന നിലയ്ക്കാണ് കോട്ടയം സ്വദേശി ജ്യോതിഷ് കൃഷ്ണ ഒരു നിൽപ്പ് സമരം നടത്തുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെ എത്തിയതാണ്. വൈകിട്ട് വരെ അദ്ദേഹം അവിടെ തുടരും. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിന്റെ പരിസ്ഥിതി സമിതിയുടെ അംഗമാണെന്നാണ് പറയുന്നത്. അതിന്റെ കീഴിലാണ് അദ്ദേഹം ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വൈകിട്ട് വരെ ഇങ്ങനത്തെ നിൽപ്പ് സമരമായി നിൽക്കാനാണ് തീരുമാനം. കൂടാതെ കൂടുതൽ ഫ്ലെക്സുകളും സെക്രട്ടറി പരിസരത്ത് ഉയരുന്നുണ്ട്. അത് രമേശ് വി ഡി സതീശനും അതുപോലെ കെ സി വേണുഗോപാലും പിന്തുണ അർപ്പിച്ചുള്ളതാണ്. അതിൽ നാച്ചുറൽ ചോയ്സ് ആണ് വി ഡി സതീശൻ എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ജനങ്ങളും തങ്ങളുടെ ജനിതകവും തങ്ങളുടെ കൂടെയാണെന്നടക്കമുള്ള പല പല വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പലതരം ഫ്ലെക്സുകളാണ് അവിടെ ഉയരുന്നത്. അതുപോലെ കേസ് നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് DCC നേതൃത്വത്തിലുള്ള ഒരാളുടെ പേരുള്ള ഫ്ലെക്സ്, അതുപോലെ കുഞ്ഞുണ്ണി മിഷൻ കേസ് എന്ന് പറയുന്ന നമ്മൾ സംസ്ഥാനത്തിലെ പലയിടങ്ങളിലും കണ്ട ഫ്ലെക്സും സെക്രട്ടറിയുടെ മുന്നിൽ ഉയരുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിൽ ഫ്ലെക്സ് യുദ്ധം തുടരുന്നതിനിടെ ആൾക്കാർ നേരിട്ട് വ്യക്തിപരമായി തന്നെ നേതാക്കൾക്ക് പിന്തുണ അർപ്പിച്ച് രംഗത്ത് വരുന്നു. അതിനിടെയാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഒറ്റയാൽ പ്രതിഷേധം നിലനിൽക്കേണ്ടി വരുന്നത്. എന്തായാലും ഈ പ്രതിഷേധങ്ങൾ പലതരത്തിൽ സംസ്ഥാനത്ത് വ്യാപകമാവുകയാണ്.